പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുക്കണം. മക്കൾക്കൊക്കെ നല്ല ഇത് ധരിച്ച് പോവുക, നല്ല നീറ്റായിട്ട് പോവുക, സൺഡേ ബെസ്റ്റ് അണിഞ്ഞ് പോവുക, തിരുനാളുകൾക്ക് സൺഡേ ബെസ്റ്റ് നല്ല ബെസ്റ്റ് വസ്ത്രങ്ങൾ എടുത്ത് കൊടുത്ത് അങ്ങനെ നല്ല വിധത്തിൽ മക്കളെ ദേവാലയത്തിലേക്ക് വിട്ട് പഠിപ്പിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതിനെക്കുറിച്ച് സഭയ്ക്ക് ചില ഉത്ബോധനങ്ങൾ നൽകാനുണ്ട്. 2178 ഖണ്ഡിക അവിടെ നമ്മൾ സഭയുടെ ഒരു ഉത്ബോധനം കാണുന്നത് ഇങ്ങനെയാണ്: പാരമ്പര്യം നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനം കാത്തു സൂക്ഷിക്കുന്നു. നേരത്തെ ദേവാലയത്തിലേക്ക് വരിക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഞായറാഴ്ച കുർബാന തുടങ്ങുന്ന സമയത്ത് കൃത്യ ആ സമയം 3 മണി അടിച്ച് ആ ഒരു തുടങ്ങുന്ന സമയമുണ്ട്, ആ സമയത്ത് കാറിൽ വന്നിറങ്ങി പെട്ടെന്ന് ചെന്ന് സ്റ്റഡിയായിട്ട് അവിടെ നിന്നു. അത് കഴിയുമ്പോൾ പെട്ടെന്ന് കാറിൽ കയറി പോകുന്ന രീതിയല്ല ഒരു ആത്മീയ രീതി. ദൈവത്തിൻ്റെ വചനത്തെയും സഭയുടെ ആ രീതികളെയൊക്കെ അവലംബിച്ച് തിരുസഭ ഒരു ഉത്ബോധനം നൽകുന്നത് ഇങ്ങനെയാണ്: നീ നേരത്തെ ദേവാലയത്തിലേക്ക് വരണം. എന്തിനു വേണ്ടിയാണ് നേരത്തെ ദേവാലയത്തിലേക്ക് വരണത്? കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നേരത്തെ വന്ന് കുടുംബനാഥ അല്ലെങ്കിൽ ഉത്തരവാദിത്ത തിരിച്ചറിവുള്ളവർ നേരത്തെ വന്ന് മുട്ടുമേ നിന്ന് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കണം. തങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ മക്കളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പഠിപ്പിക്കുന്നത് ഒരു വികാരിച്ചനാണെങ്കിൽ ആ വികാരിച്ചൻ താൻ കുമ്പസാരിപ്പിച്ച മുഴുവൻ അനുതാപികൾക്കും വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കണം. ജോബിൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? മക്കൾ കൂടി വന്ന് അവർ പോയി കഴിയുമ്പോൾ ജോബ് മക്കൾക്ക് വേണ്ടി ഒരു ദഹനബലി അർപ്പിച്ച് അവർ വഴി അറിയാതെ വല്ല തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിന് അതിൻ്റെതായ ഒരു സുരക്ഷിതത്വം ദൈവം വേലി കെട്ടി സംരക്ഷിച്ചിരുന്ന അനുഭവത്തിൽ ആ കുടുംബം മുന്നോട്ട് നീങ്ങിയിരുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർ നേരത്തെ പള്ളിയിൽ പോയി അങ്ങനെ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. തൻ്റെ തന്നെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ കൊണ്ട് മാപ്പ് ചോദിക്കണം. തൻ്റെ മൂത്ത മക്കൾ, മദ്യപാനികളായ മക്കൾ, ദേവാലയം ഉപേക്ഷിച്ച മക്കൾ, വഴക്കാളികളായ മക്കൾ, ദുർനടപ്പുകാർ, താന്തോന്നികൾ, പിശുക്കന്മാർ, ദ്രോഹികൾ, നശീകരണക്കാർ, ഇങ്ങനെയുള്ള സകല സ്വഭാവമുള്ള ഓരോ മകന് വേണ്ടി, ഓരോ മകൾക്ക് വേണ്ടി ദൈവമേ എനിക്ക് മൂന്നാമതൊരു സന്തതിയുണ്ട്, തലതെറിച്ചതാ, അത് നല്ല ബുദ്ധി കൊടുക്കണേ എന്താച്ചെങ്കിൽ ഉള്ളത് പറഞ്ഞ് ദേവാലയത്തിൽ നേരത്തെ പോയി ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പാപങ്ങൾ കൊണ്ട് അനുദപിച്ച് മാപ്പ് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഇതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയത് ആട്ടപ്പാടിയിലുള്ള താവളം ഇടവപ്പള്ളിയിൽ വെച്ചിട്ടാണ്. താവളം ഇടവപ്പള്ളിയിൽ ഒരു ദിവസം ഞാൻ അവിടെ കർമ്മങ്ങൾക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബനാഥൻ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മൂത്ത മകൻ ദാ പോകണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ടൈപ്പ് ഒരു പാൻസ് ഇട്ടിട്ട് ഇറങ്ങി പോവുക. അവിടെ കഞ്ചാവുകാരും അല്ലാത്തവർ ഒരുപാട് ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടുകാരുണ്ട്. അവരുടെ കൂടെ അവൻ സിറ്റിയിലേക്ക്, അവൻ ഒരു ജംഗ്ഷനിലേക്ക് പോവുകയാണ്. പള്ളിയിൽ ഇനി 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 10-15 ഒരിച്ചിരി സമയം കഴിഞ്ഞാൽ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിക്കും. അപ്പോൾ അവന് 10 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പുക വലിക്കാനായിട്ട് ഒന്ന് ഇറങ്ങി പോവുക. കഞ്ചാവ് വലിക്കാനായിരിക്കും, എന്താണെന്നറിയില്ല. ഞാൻ ചോദിച്ചു, അപ്പം എന്താ പ്രശ്നം? അപ്പം പറഞ്ഞു, വീട്ടിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് പള്ളിയിൽ പോയി ഇന്ന് കുമ്പസാരിക്കണം, എല്ലാവരും കുമ്പസാരിക്കണം, ഇന്ന് എല്ലാവരും കുർബാന സ്വീകരിക്കണം, ഇന്ന് വിശുദ്ധ ദിവസമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ വന്നതാ. ഇന്ന് ബാക്കി എല്ലാവരും കുമ്പസാരിക്കാൻ റെഡിയാണ്. അവൻ പള്ളി കയറിയിട്ടില്ല അച്ഛാ, സമയമായില്ല, സമയമുണ്ടെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. ആ അപ്പന് വേദനയാണ്. ഞാൻ പറഞ്ഞു, അപ്പാ സാരമില്ല, ഒരു കാര്യം ചെയ്യും, അപ്പൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുക, ഒക്കെ ശരിയായിക്കോളെന്ന് പറഞ്ഞു. ആ അപ്പൻ പള്ളി കയറിയിരുന്ന് ശരിക്കും അങ്ങനെ അനുദപിച്ച് കുമ്പസാരിച്ചത് മാത്രമല്ല, ഈ മൂത്ത മകൻ അവൻ ചീത്ത കൂട്ടുകെട്ടും കൂടി ഇങ്ങനെ ഒന്ന് നടക്കണ ആ ഒരു അർമാദിച്ച് നടക്കണ ആ മൂത്ത മകന് ദൈവമേ കൃപ കൊടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്. ഒരു കുർബാന തുടങ്ങി 5 മിനിറ്റ് മുമ്പ് സങ്കീർത്തിലേക്ക് അപ്പൻ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടച്ചാന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ആ മകൻ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് വന്ന് പള്ളി കയറിയിരുന്ന് പ്രാർത്ഥിച്ച് ഇതാ കുമ്പസാരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണെച്ചാന്ന് പറഞ്ഞു. ആ അപ്പൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലൊരു മകൻ ധ്യാനത്തിന് വന്നിട്ട് കറങ്ങി നടക്കുമ്പോൾ അതിനെക്കുറിച്ച് നിരാശ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയെന്ന് ഓരോ അപ്പനും അമ്മയും ഓർത്ത് നോക്കണം. ഓരോ വികാരിച്ചൊന്ന് ഓർത്ത് നോക്കിക്കേ, ഓരോ സിസ്റ്ററൊന്ന് ഓർത്ത് നോക്കിക്കേ, ഓരോ കാറ്റീസം ടീച്ചറൊന്ന് ഓർത്ത് നോക്കിക്കേ. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഈ കാറ്റീസം മക്കൾക്ക് വേണ്ടി, എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഈ മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടത്ര പ്രാർത്ഥന, എൻ്റെ ജീവിതാന്തസ്സിന് അനുസരിച്ചുള്ള പ്രാർത്ഥന ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞായറാഴ്ച ദിവസം അതിനുള്ളതാ. കൃത്യസമയത്ത് വന്നങ്ങ് ഇറങ്ങി സമയത്ത് അങ്ങ് പോയി, പിന്നെ അനുഭവമില്ല, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല. മക്കളൊക്കെ കിട്ടിയവരൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ച് നടക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരു നാൾ ചങ്കത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഓരോന്നിനും അടിസ്ഥാനങ്ങളുണ്ട്, അടിസ്ഥാനങ്ങൾ ഇട്ട് പണിത് വരണം. പ്രൈസ് ദി ലോർഡ്.
ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, നേരത്തെ ദേവാലയത്തിലേക്ക് വരിക, കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക, പ്രാർത്ഥനകൾ വഴി പ്രായശ്ചിത്തം ചെയ്യുക. മക്കൾക്ക് വേണ്ടി ചെയ്യണം, ജീവിത പങ്കാളിക്ക് വേണ്ടി ചെയ്യണം. ജീവിത പങ്കാളി മദ്യപാനിയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഭാര്യ പ്രാർത്ഥനയ്ക്ക് സഹകരിക്കുന്നില്ല, ഒരു മർക്കടമുഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഭ എല്ലാവരും ഒരു അച്ചിലിട്ടാണോ ലോകത്ത് വാർത്തെടുത്തിരിക്കുന്നത്. ഒരു വ്യക്തി അതിൻ്റെതായ ഒരു പ്രത്യേക ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതിൻ്റെതായ ലോകമുണ്ട്, അതിൻ്റെതായ പേഴ്സണാലിറ്റി ഉണ്ട്, അതിൻ്റെതായ ഹിസ്റ്ററി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വഴങ്ങി വരണമെങ്കിൽ മണ്ണും മനസ്സും പതുക്കെ നേരെയാവുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് അതിനാവശ്യമായ പരിഹാരങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധി ചെല്ലുമ്പോൾ അത് കൃപ കൊണ്ട് നിറയും. ആരും പറയാതെ നേർവഴിക്ക് വരും. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സഭ പഠിപ്പിക്കുക, നീ ദേവാലയത്തിൽ പോയിരുന്ന് ഇത് ചെയ്യണം. കുർബാനയ്ക്ക് മുമ്പ് പ്രായശ്ചിത്തങ്ങൾ പൂർത്തിയാക്കുക. നിൻ്റെ പ്രാർത്ഥനകൾ നീ പൂർത്തിയാന്ന് പറഞ്ഞാൽ പള്ളിയിൽ ചെന്നിട്ട് ആ മാവിൻ്റെ ചുവട്ടിലും ഈ തെങ്ങിൻ്റെ ചുവട്ടിലും നിന്ന് പുകയെ വലിച്ച് അങ്ങനെ കുർബാനയുടെ 3-ാം മണി അടിക്കുന്നവരെ വർത്തമാനം പറഞ്ഞ് അവസാനം ഈ ഒരു സമയത്ത് ഓടിക്കയറണം മതി. അങ്ങനെ ഓടിക്കയറാൻ നിൽക്കരുത് സഹോദരങ്ങളെ, അത് നല്ല രീതിയല്ല. ദേവാലയത്തിൽ നിന്ന് പള്ളിയുടെ ഉള്ളിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധവും ദൈവികവുമായ ആരാധനയിൽ നീ സന്നിഹിതനായി പങ്കെടുക്കുക. ആ ആരാധന നിസ്സാരമല്ല. അത് ദൈവം, വിശുദ്ധന്മാർ, മാലാഖമാർ, അത് ശുദ്ധീകരണത്തിൻ്റെ ആത്മാക്കൾ, ഇങ്ങനെ ഒരുപാട് മേഖലയോട് ബന്ധപ്പെട്ട് സ്വർഗം ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയമാണത്. അതുകൊണ്ട് നീ ആ വിശുദ്ധമായ ആരാധനയിൽ, വിശുദ്ധവും ദൈവികവുമായ ആരാധനയിൽ നീ നന്നായി സന്നിഹിതനാകണം. നീ അതിൽ പങ്കെടുക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, പ്രാർത്ഥനകളൊക്കെ സ്ഫുടമായി ഉച്ചരിച്ച് നീ പ്രാർത്ഥിക്കണം. വെറുതെ എന്തെങ്കിലും പെറുപെറുന്ന് പറഞ്ഞുകൊണ്ടോ ഹൃദയം ദൈവം അറിയും, ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയല്ല. ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം പറയും. ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റെതായ രീതികളുണ്ട്. ദൈവത്തിൻ്റെ വചനം നൽകുന്ന രീതി ഇങ്ങനെയാണ്. നീ ദേവാലയത്തിൽ ചെന്നാൽ ദൈവഭക്തിയോടെ പ്രാർത്ഥിക്കും. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിന്ന് ഏതാണ്ട് ഈ ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവം. വേറെ ചില ആളുകളുണ്ട്, ആ കുർബാനയുടെ സമയം മുഴുവൻ മുഖം ക്രൂരത കൊണ്ട് നിറഞ്ഞ മുഖം. നോക്കിയാൽ പിന്നെ അന്നത്തെ കുർബാനയുടെ എല്ലാ രൂപയും പോകും. കരിങ്കല്ല് പോലെ കട്ടിപ്പിച്ച മുഖം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണോ ദൈവത്തിൻ്റെ വചനം നമുക്ക് പള്ളിയിൽ ചെന്ന് കാണിക്കാൻ പറഞ്ഞിരിക്കുന്ന മുഖം? ഒരു വിനയം, ഒരു എളിമ. ദൈവമേ, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം മക്കളെ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാം തിരുലിഖിതം പഠിപ്പിക്കുക. നീ ദൈവഭക്തി ഇല്ലാതെ നീ കയ്യും കെട്ടി കാലുമേ കാലും കെട്ടി വെച്ച് പള്ളിയിൽ ഇരിക്കേണ്ട ഒരു രീതിയെക്കുറിച്ച് സഭ ഒരിക്കലും ഒരു സ്ഥലത്ത് നിർദ്ദേശം തന്നിട്ടില്ല. പള്ളിയാണെങ്കിൽ ഒരു പെരുമാറ്റ രീതിയുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാം വാക്യം, ദൈവഭക്തിയിൽ ദൃഢതയും ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലികൾ അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ബലിയർപ്പിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനകളോട് ചേരേണ്ട ഒന്നാണ് ദൈവഭക്തി. ദൈവഭക്തി. ഓരോ പ്രാർത്ഥനയും ഓരോ ജപങ്ങളും നല്ല ദൈവഭക്തിയോടെ നീ ചെയ്യണം. വിശുദ്ധ പാതുരപ്പിയുടെ ജീവചരിത്രത്തിൽ ഒരു രംഗം കാണുന്നുണ്ട്. വിശുദ്ധ പാതുരപ്പി ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ആ മുഖം മുഴുവൻ വിവർണമായി, ഈശോയുടെ മുഖം മുഴുവൻ ചോര കൊണ്ട് പൊതിഞ്ഞ് ഒരു രംഗം വിശുദ്ധ പാതുരപ്പിയെ കാണുകയാണ്. ഉടനെ വിശുദ്ധ പാതുരപ്പിയെ ഈശോയോട് ചോദിച്ചു, പാതുരപ്പിയുടെ എൻ്റെ എന്ത് തെറ്റാണ് അങ്ങേ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് പാതുരപ്പിയെ മുട്ടുമ്പോൾ നിന്ന് ഈശോയോട് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഉടനെ എന്തുകൊണ്ടാണ് ഈശോയെ അങ്ങയുടെ മുഖം ഇങ്ങനെ വിവരണമാകണത്, അങ്ങിങ്ങനെ സന്തോഷമില്ലാതിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഈശോ മറ്റൊരു ഭാഗത്തേക്ക് നോക്കുന്ന ആ രംഗത്തേക്ക് പാതുരപ്പിയുടെ ശ്രദ്ധ പോയി. അപ്പോൾ ദൈവഭക്തി ഇല്ലാതെ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി താല്പര്യമില്ലാതെ അങ്ങനെ വിരക്തിയോടെ ഒരു അലർജിയോടെ ബലിയർപ്പിക്കുന്ന നിരവധി വൈദികരുടെ ചില രംഗങ്ങൾ ഈ ദർശനത്തിൽ വിശുദ്ധ പാതുരപ്പിയെ കാണുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന വൈദികനാണെങ്കിലും, അത് സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്ന കുടുംബനാഥനാണെങ്കിലും, അത് കോൺവെൻറ്റിലോ അത് ഏത് സ്ഥലത്തായിക്കോട്ടെ, ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് നല്ല വിധത്തിൽ ദൈവഭക്തിയോടെ ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ദൈവം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 34 അധ്യായം 19 തിരുലിഖിതം, ദൈവഭക്തിയില്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. പ്രഭാഷകൻ 35 അധ്യായത്തിൽ 7 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു, അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നല്ല വിധത്തിൽ നിങ്ങൾ കുർബാന അർപ്പിച്ചതിന് ശേഷം നിങ്ങൾ പറയാണ്, കർത്താവേ ഇന്ന് എൻ്റെ മകൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞു നോക്കിക്കേ, നീ അർപ്പിച്ച ബലി ദൈവം അനുസ്മരിക്കും, ആ കുട്ടിയെ ദൈവം അനുഗ്രഹിക്കും. നല്ല വിധം നിങ്ങൾ കുർബാന അർപ്പിച്ചു, നല്ല വിധം നന്നായിട്ട് സമയമെടുത്ത് പാടി നല്ല വിധം ബലിയർപ്പിച്ചു. അങ്ങനെ നീതിമാനായ നല്ല ദൈവത്തിന് പ്രീതികരമായ വിധം നബിയൊന്ന് പിതാവ് സൂചിച്ചു, കുർബാന അർപ്പിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ വിധം അർപ്പിക്കാൻ വേണ്ടി നമ്മളത് ഉത്സാഹിക്കണം. അങ്ങനെ പ്രീതികരമായി അർപ്പിച്ചാൽ വചനം പഠിപ്പിക്കുകയാണ്, 35 അധ്യായം 7 പഠിപ്പിക്കുകയാണ്, ആ ബലി ദൈവം അനുസ്മരിക്കും. ഓരോ കാര്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ കാര്യം ദൈവം അനുസ്മരിക്കും. ഉറക്കെ പറയാ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മലാക്കി പ്രവാചന പുസ്തകത്തിൽ 1 അധ്യായത്തിൽ അവിടെ നമ്മൾ 7 മുതൽ വാക്യങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസ്സാരം എന്ന് കരുതി. നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് കരുതുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു അധപ്പതിച്ച രീതിയിലായി പോയി എന്ന് ദൈവം വിശുദ്ധ ജനത്തിൻ്റെ മധ്യ വന്നിട്ട് ദൈവജനത്തോട് വേദനയോടെ സംസാരിക്കുന്നൊരു ഭാഗമാണ് മലാക്കി പ്രവാചന പുസ്തകം 1 അധ്യായം 7 മുതൽ തുടർന്നുള്ള വാക്യങ്ങളെല്ലാം തന്നെ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നല്ല വിശുദ്ധ വസ്ത്രം അണിഞ്ഞു പോകണം, നന്നായിട്ട് പോയി ഒരുങ്ങണം, നേരത്തെ കുമ്പസാരിക്കണം, നല്ല വിധത്തിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാശ്ചിത്തങ്ങൾ നിറവേറ്റണം, ഉത്തരപീഠങ്ങളിൽ വീട്ടാൻ തീരുമാനമെടുക്കണം. അതിനുശേഷം സജീവമായ ആരാധനയിൽ കുർബാനയിൽ നന്നായിട്ട് പങ്കുചേരുക. വീണ്ടും അടുത്തത്, നിൻ്റെ പ്രാർത്ഥനകളെല്ലാം നീ പൂർത്തിയാക്കണം. കുർബാന കഴിഞ്ഞും കുറച്ച് നേരം കൂടെ നന്ദി പറഞ്ഞ്, എല്ലാത്തിനും നന്ദി പറഞ്ഞ് നിൻ്റെ പ്രാർത്ഥനകൾ നീ പൂർത്തിയാക്കണം. അത് വീണ്ടും വചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭ പഠിപ്പിക്കുകയാണ്, സമൂഹത്തെ പിരിച്ചു വിടുന്നത് വരെ നീ പുറത്തു പോകാതിരിക്കുക. ചില പള്ളികളിൽ കണ്ടിട്ടുണ്ട്, യു പി സ്കൂളിൽ മണിയടിച്ച കുട്ടികൾ 4 മണിക്ക് എങ്ങനെയാണോ UP ക്ലാസ്സിലെ കുട്ടികൾ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത്, അതുമാതിരിയാണ് അവസാനത്തെ ആശീർവാദം തീരണ്ട അതിനു മുമ്പാണ് പരക്കം പായണത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ പിച്ച് പേയും കാണിച്ച് അങ്ങനെ ഓടേണ്ട സമയമല്ല കുർബാന തീരുന്ന സമയം. ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വന്നാൽ അവിടെ ഒരു പ്രസിഡൻ്റ് ഉണ്ട്. ഒരു പള്ളിയാണെങ്കിൽ അവിടെ ഒരു മുഖ്യ കാർമ്മികനുണ്ട്. ഒരു ലിറ്റർജിക്കൽ സമൂഹമാണെങ്കിൽ അതിനൊരു മെയിൻ സെലബ്രൻ്റ് ഉണ്ട്. ഒരു കുർബാനയാണെങ്കിൽ മുഖ്യ കാർമ്മികൻ, ആ കാർമ്മികൻ സമൂഹത്തെ പിരിച്ചു വിടുന്നത് വരെ നീ പുറത്ത് പോകരുത്. ഒരു പക്ഷേ ഒരു 10 മിനിറ്റ് അറിയിപ്പ് കൂടി കാണുമായിരിക്കും. ചില പള്ളിയിൽ അറിയിപ്പ് അരോചകമാണെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെന്താ വെച്ചാൽ നിങ്ങൾ ദൈവചിന്തയോടെ അപ്പൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ ഒരാൾ പറയുമ്പം അത് ദൈവചിന്തയോടെ ഒരു 5 മിനിറ്റ് സഹിഷ്ണുത കാണിക്കണം. ചിലപ്പോൾ ചില അച്ഛന്മാർ കൃത്യമായിട്ട് അറിയിപ്പ്, എനിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വിശാലമായി പരത്തി പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതേമാതിരിയുള്ള ചില അച്ഛന്മാരുണ്ട്, അവരൊന്ന് വിശാലമായി പറഞ്ഞു വരുമ്പോൾ 10-20 മിനിറ്റൊക്കെ പിടിക്കും. പക്ഷെ സാരമില്ല, അതൊരു 3 വർഷം അല്ല 4 വർഷം ഒരു ചുരുങ്ങിയ കാലഘട്ടം വേറെ അച്ഛന്മാർ വരും. പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? റെസ്റ്റ്ലെസ് ആയി അസഹിഷ്ണുത അല്ല നമ്മുടെ രീതി. ഒരു സഭാ സമൂഹത്തിൻ്റെ രീതിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ ലിറ്റർജിക്കൽ പ്രസിഡൻറ്റ്. അത് ചിലപ്പോൾ ഓരോരുത്തരും നമ്മൾ ഓരോ രീതിയാണ് നമ്മൾ അവരെ അംഗീകരിക്കണം. ഹൃദയം കൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നോക്കിയ വ്യത്യാസമുണ്ടാവും. എൻ്റെ കൂടെ ഇരിക്കുന്നവർ പലരും മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ കൃത്യസമയത്ത് നിർത്തിയിരുന്നെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിച്ചാണ് കൃത്യസമയത്ത് നിർത്താൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് നോക്കിയാൽ നമ്മുടെ അപ്പന് വ്യത്യാസം വരും, അമ്മയ്ക്ക് വ്യത്യാസം വരും, ധ്യാനഗുരുക്കന്മാർക്ക് വ്യത്യാസം വരും, ഇടവകാരിക്ക് വ്യത്യാസം, ഓരോരുത്തർക്കും വേണ്ടി വേണ്ട പ്രാർത്ഥന ചെന്നാൽ അത് നല്ല വ്യത്യാസം വരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനത്തിൽ സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സമൂഹത്തെ പിരിച്ചു വിടുന്നത് വരെ നീ പുറത്തു പോകരുത്. നിൻ്റെ ബസ്സിൻ്റെ സമയമായി, എനിക്ക് പോകേണ്ട സമയം 1 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ പോവാണ്, അങ്ങനെ കുർബാന സ്വീകരണം കഴിയുമെങ്കിൽ ചാടി ഇറങ്ങരുത്.
അതിന് ഒരു രീതിയുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ വിധം ചെയ്ത് പഠിക്കണം മക്കളെ. നമ്മുടെ മക്കൾ ഇത് കണ്ട് വളരട്ടെ. കുടുംബം എല്ലാം ഒരു ഫോർമേഷനിലൂടെ ഇതെല്ലാം കണ്ടും കേട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തത്, സമൂഹത്തെ പിരിച്ചു വിടുന്നത് വരെ പുറത്തു പോകാതിരിക്കുക. നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായിരിക്കട്ടെ. ഇത് അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 25-ാം തിരുലിഖിതം. ഹെബ്രായ 10:25 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൽ 25-ാമത്തെ തിരുലിഖിതം എന്ന് പറഞ്ഞാൽ ഈ ദിവസം അടുത്ത് വരുന്നത് കാണുമ്പോൾ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം. ഞായറാഴ്ച ആചരണം ഒരു നിസ്സാര സംഗതിയല്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് തരണം. എല്ലാ ഭാഗത്തുള്ളവർ ഈ സമയം ഇത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ ഒരു അഭിഷേകം കിട്ടട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല സഹോദരങ്ങളെ. നാനാജാതി മതസ്ഥർ അനുഷ്ഠിക്കാൻ ദൈവം വിശുദ്ധ ലിഖിതം നൽകിയിട്ടുള്ളതാണ്. അട്ടപ്പാട്ടിലൊക്കെ ഞാൻ കാണുന്നുണ്ട് മറ്റ് മതസ്ഥർ, അവരെത്ര തീഷ്ണ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവരെങ്ങനെ അംഗീകരിക്കുന്നു അതുപോലെ അവർക്ക് അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തെ എങ്ങനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നോ, ഒരു ഓഫീസറായിരിക്കാം, നിങ്ങളൊരു ദേവാലയത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കേരള ഏത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആളായാലും ശരി, അത് നമ്മൾ ദേവാലയത്തോടും ദൈവത്തിൻ്റെ നാമത്തിലുള്ള കാര്യങ്ങളോട് ചെയ്യുമ്പോൾ റെസ്പെക്റ്റോടുകൂടി ചെയ്താൽ അതിൻ്റെ ബ്ലെസ്സിങ് നമുക്കുണ്ടാകും. ദൈവം അത് പ്രത്യേകം നമ്മളെ ബ്ലെസ് ചെയ്യും. രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ ഇതിനൊരു കൃപ എനിക്ക് തരണമേ, ഒരു പരിജ്ഞാനം എനിക്ക് തരണമേ. ഉറക്കെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 സ്തുതി ആരാധന. ദൈവമേ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അവിടെ നിന്ന് ഒരുമിച്ചുകൂടി ഈ സമൂഹത്തിൽ സകല സമൂഹങ്ങളിൽ നിന്നുള്ള ഈ ദൈവമക്കളിൽ അവിടുന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ആത്മീയ പരിജ്ഞാനത്തിൻ്റെ പരിമളം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.